Keyword Research and Analysis, Foundation for Effective SEO and Content Strategy. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടൻറ് സ്ട്രാറ്റജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് എൻജിൻസിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ വൺ പെർട്ടിക്കുലർ എലമെൻറ്റ് ദാറ്റ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ഇസ് ആർ കീവേഡ്. ക്വറിയും കീവേഡും ഹാസ് ടു മാച്ച്. എന്നാൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിൽ അവർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് റാങ്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വെബ്സൈറ്റ്. സോ ഇവിടെ കീവേഡ് റിസർച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദി വേർഡ്സ് ഓർ ദ ഫ്രേസസ് ദാറ്റ് പീപ്പിൾ വിൽ കോൺസ്റ്റൻ്റ്ലി സെർച്ച് ഇൻ ദി സെർച്ച് ബാർ ഫോർ ഇൻഫർമേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രോഡക്ട്സിനായിക്കോട്ടെ. എന്താണ് ആ വാക്കുകൾ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫ്രേസസ് ദാറ്റ് ദി കോൺസ്റ്റൻ്റ്ലി യൂസ് ഓർ റെഗുലർലി മൈറ്റ് യൂസ് എന്നുള്ളതാണ് റിസർച്ച് നടത്തുന്നതാണ് നമ്മൾ കീവേഡ് റിസർച്ച് എന്ന് പറയാം. പിന്നെ ഇറ്റ് ആക്ച്വലി ഷോസ് വെദർ നമ്മൾ അന്ന് പറഞ്ഞ പോലെ നാവിഗേഷനിലാണോ ട്രാൻസാക്ഷനിലാണോ എന്താണ് അവരുടെ ക്വറിയുടെ ഇൻറ്റൻഷൻ ബിഹൈൻഡ് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ ഇനി എന്തിനാണ് വൈ വി ആക്ച്വലി ഡൂയിങ് ദിസ് റിസർച്ച്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ റിയൽ ക്വറീസ്, റിയൽ യൂസർ ക്വറീസ് കൊണ്ട് നമുക്ക് ഓർഗാനിക് ട്രാഫിക്, അതായത് നോൺ പെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ പീപ്പിൾ ഹാവ് ആക്ച്വലി വിസിറ്റഡ് ആ സൈറ്റ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ദർ ആർ സർട്ടൻ വേർഡ്സ് where specifically people will only choose these words and these are the words that create the demand and നമുക്കിതുപോലെ മെഷറബിൾ ആക്കാൻ പറ്റും. പിന്നെ റിയലിസ്റ്റിക് കോമ്പറ്റീഷൻ വെക്കുക. ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ KFC എന്നൊക്കെ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ ചിക്കിങ്ങൊക്കെ ദീസ് ആർ ആക്ച്വലി കോമ്പറ്റീറ്റേഴ്സ്. ബട്ട് ഈവൻ ദോ അവരൊരു സ്പെസിഫിക് കീവേഡ് തന്നെയാണ് ഇവർ കസ്റ്റമേഴ്സ് അടിക്കുക അല്ലെങ്കിൽ യൂസേഴ്സ് അടിക്കുക എന്നുള്ളൊരു ഡെഫിനറ്റ്ലി ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ടോപ്പിക്സൊക്കെ. അതേപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷനിലാണോ ട്രാൻസാക്ഷനിലാണോ നാവിഗേഷനിലാണോ വാട്ട് ഇസ് എ യൂസേഴ്സ് ഇൻറ്റൻറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ്, അതർ ദാൻ SEO, ഇഫ് യു ആർ ഗോയിങ് ഫോർ പെയ്ഡ് സെർച്ച് മീനിങ് PPCയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതേപോലെ ഇഫ് വി നീഡ് ടു ഫോർകാസ്റ്റ് എ പെർഫോമൻസ് വി ഡെഫിനറ്റ്ലി ഹാവ് ടു ഡു എ കീവേഡ് റിസർച്ച്. Now there are certain steps actually involved in the keyword research and analysis. Steps എന്താണെന്ന് നോക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പം വാട്ട് ആർ വി ട്രൈങ് ടു ഡു, അല്ലെങ്കിൽ ഡു വി ഹാവ് എൻ എയിം ഇൻ അവർ മൈൻഡ്, ഹു ആർ അവർ ഓഡിയൻസ് എന്നുള്ളത് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. അതാണ് ഡിഫൈൻ ഗോൾസ് ആൻഡ് ഓഡിയൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് either it can be to create an awareness about our website or to collect information from our customers, that is, and then provide them with promotional offers etc, lead generation, അല്ലെങ്കിൽ ഡയറക്ട്ലി സെയിൽസ് ഇൻറ്റൻറ്റ് ചെയ്തിട്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൂ ഇസ് ആർ ടാർഗറ്റ് ഓഡിയൻസ്, whether it is students, whether it is our specific product users, and what is the typical language they use. അതായത് ഇപ്പോൾ നമ്മൾ ലോക്കൽ ലാംഗ്വേജ്, ലോക്കൽ SEO ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഇനിയിപ്പോൾ മലയാളത്തിലാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ കൂടുതൽ അവർ സെർച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സീഡ് കീവേഡ്സ് ആൻഡ് ടോപ്പിക് ഡിസ്കവറി. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ബ്രോഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. മേ ബി ഇപ്പോൾ പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ സാംസങ് സ്മാർട്ട് ഫോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ബ്രോഡ്. പിന്നീട് അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വാട്ട് പെർട്ടിക്കുലർലി ദ കസ്റ്റമേഴ്സ് ആർ ലുക്കിംഗ് ഫോർ എന്നുള്ളത്. പിന്നെ കോമ്പറ്റീറ്റർ പേജസിൽ നിന്നും നമുക്ക് ഇൻസൈറ്റ്സ് എടുക്കാൻ പറ്റും. That is, these are the relevant keywords that people are actually searching on the search engine, typing on the search engine. പിന്നെയുള്ളത് brainstorming. That is a group of people, they'll come together, they'll brainstorm, അല്ലെങ്കിൽ they'll discuss that these might be the likely keywords that you're going to use. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ്ലി നമുക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ KFC എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ് വെബ്സൈറ്റ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കീവേഡ്സ് ആയിരിക്കും നിങ്ങൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് യൂസ് ടൂൾസ് ടു എക്സ്പാൻഡ് ആൻഡ് കളക്ട് ഡേറ്റ. അതായത് എംപ്ലോയ് കീവേഡ് ടൂൾസ്. ഓരോ ടൂൾസ് ഉണ്ടോ അതിൽ എക്സാമ്പിളാണ് ഇപ്പോൾ കീവേഡ് പ്ലാനർ. അതേപോലെ വേറെ തേർഡ് പാർട്ടി ടൂൾസും കാര്യങ്ങളുണ്ടാവും. അപ്പം ഒന്നുകിൽ നമുക്ക് ലോങ് കീവേഡ്സ് യൂസ് ചെയ്യണം, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോങ് ടെയിൽ ക്രിയേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് പോലെ. ദാറ്റ് ഈസ് ഹൗ കൻ ഐ ബൈ ആൻ അഫോർഡബിൾ സ്മാർട്ട് ഫോൺ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് ഉണ്ടാവും. നെക്സ്റ്റ് പറയുന്നത് കളക്ട് ഫോർ ഈച്ച് കീവേഡ്. അതായത് ഒന്നെങ്കിൽ മന്ത്ലി സെർച്ച് വോളിയം ആയിരിക്കും, അതിൻ്റെ കീവേഡ് ഡിഫിക്കൽട്ടി, പിന്നെ കോസ്റ്റ് പെർ ക്ലിക്ക്, അതൊക്കെ ഈ കുറേ മെട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി കൺസിഡർ ചെയ്യണം. പിന്നെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസിലൊക്കെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അനലൈസ് ഇൻറ്റൻറ്റ് ആൻഡ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസ് ലാൻഡ്സ്കേപ്പ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഓരോ ക്വറി ഇൻഫർമേഷനിലായിരിക്കാം, ചിലപ്പോൾ ട്രാൻസാക്ഷനിലായിരിക്കാം, അല്ലെങ്കിൽ നാവിഗേഷനിലായിരിക്കാം. അതിനനുസരിച്ച് നമ്മൾ ഇൻറ്റൻറ്റ് ആക്ച്വലി ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ചെയ്യണം. പിന്നെ ടോപ്പ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ റിസൾട്ട്സ് ഇപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ പേജസിലൂടെയൊക്കെ ആണെങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷനിലൊക്കെ ആണെങ്കിൽ റാങ്കിങ്ങിന് അതിന് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. സോ ക്വറിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പ്രയോറിറ്റൈസ് കീവേഡ് ബീങ് ആർ ഫിഫ്ത്ത് സ്റ്റേജ്, ദറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ്. എത്ര വട്ടം അത് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇസ് ഇറ്റ് ഡിഫിക്കൾട്ട്, പിന്നെ കോസ്റ്റ് പെർ കസ്റ്റമർ നോക്കുക, പിന്നെ റെലവൻറ്റ് ആണോ നോക്കുക, നമ്മുടെ ബിസിനസ് വാല്യൂ ആയിട്ട് അലൈൻ ആയി പോകുന്നുണ്ടോ നോക്കുക, വാട്ട് ഈസ് ദ ഇൻറ്റൻറ്റ് ബിഹൈൻഡ് ഇറ്റ് ടു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഓൾസോ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റി സ്കോർസ് അല്ലെങ്കിൽ പ്രയോറിറ്റൈസേഷൻ മെട്രിക്സ്. അതായത് ഹൈ റെലവൻസ് പ്ലസ് ലോ ഡിഫിക്കൽട്ടി, ഹൈ പ്രയോറിറ്റി. അങ്ങനെ നമുക്ക് ഓരോ മെട്രിക്സ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കോമ്പിനേഷൻസ് വെച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ ദിസ് കീവേഡ് ഇസ് റെലവൻറ്റ് അല്ലെങ്കിൽ ദിസ് കീവേഡ് ഷുഡ് ബി ഗിവൺ ഹൈ പ്രയോറിറ്റി ഓർ നോട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോ സ്റ്റേജസിലൂടെയും കീവേഡ്സ് എങ്ങനെ കീവേഡ്സിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ കീവേഡ് റിസർച്ചിൻ്റെ ഓരോ സ്റ്റേജസ് പറയുന്ന സമയത്ത് 6th സ്റ്റേജ് ഈസ് സെറ്റ് ടു ബി വൈറ്റൽ. കാരണം നമ്മൾ മാപ്പ് ചെയ്യേണ്ടതാണ്. പ്രൈമറി സെക്കൻഡറി കീവേഡ്സ് ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുക ഓരോ സ്പെസിഫിക് പേജസിനും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹെഡിങ്സ്, റിക്വയർഡ് ഫാക്ട്സ്, ഇൻറ്റേർണൽ ലിങ്കിങ്, പിന്നെ എന്താണ് CTA, ഫോർ എക്സാമ്പിൾ ബൈ നൗ ആണോ അല്ലെങ്കിൽ ഡൗൺലോഡ് അല്ലെങ്കിൽ വിസിറ്റ് ദിസ് പേജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് CTA കൊടുക്കേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്യാം. പിന്നെയും ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാലും വൺസ് യു ഹാവ് integrated these keywords in your website, the next step is that you have to make sure that it is working. നമ്മൾ അതുകൂടി നോക്കണം. അതിനാണ് ആക്ച്വലി നമ്മൾ റാങ്കിങ് ട്രാക്ക് ചെയ്യണം, ഓർഗാനിക് ട്രാഫിക്, അതേപോലെ ക്ലിക്ക് ത്രൂ റേറ്റ് നോക്കുക, കൺവേർഷൻസ് ഒക്കെ എത്ര പേര് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ എത്ര പേര് ഒരു ഡിസൈഡ് ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ദെൻ ഇറ്ററേറ്റ് എന്ന് പറയുമ്പോൾ റെപ്പിറ്റിഷൻ. യു റിപ്പീറ്റ് എ പെർട്ടിക്കുലർ ആക്ഷൻ ഓവർ ആൻഡ് ഓവർ അഗൈൻ. സോ ബേസ് ഓഫ് പെർഫോമൻസ് ആൻഡ് എക്സ്പാൻഡ് ടു അഡ്ജസൻറ്റ് കീവേഡ്സ്. വേറെ അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കീവേഡ്സോ വേറെ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കവർ ഓൾ ദോസ്. അങ്ങനെ 7 സ്റ്റേജസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കീവേഡ് റിസർച്ചിന്. ഇനി വേറെ നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, പക്ഷേ മെട്രിക്സ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി വാട്ട് വി ഹാവ് ടു ലുക്ക് ഇൻ ടു, സ്പെസിഫിക്കലി വാട്ട് വി ഹാവ് ടു മെഷർ നോക്കുകയാണെങ്കിൽ സെർച്ച് വോളിയം, അതായത് എത്ര ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ചില സമയത്ത് എന്താണ് വി ക്യാൻ ടേക്ക് ദാറ്റ് ആസ് ഇൻ ടു അക്കൗണ്ട് ആൻഡ് ദെൻ വി ക്യാൻ ആക്ച്വലി മോഡിഫൈ ആർ വെബ്സൈറ്റ്. പിന്നെ കീവേഡ് ഡിഫിക്കൽട്ടി, അതായത് ഇപ്പം ചിലപ്പം ഭയങ്കര ബ്രോഡായിട്ടുള്ള ഭയങ്കര ജെനറിക് ആയിട്ടുള്ള ഒരു പേരൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലൊക്കെ ഇറ്റ് മൈറ്റ് ബി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഓൾസോ ഇറ്റ് വിൽ അഫക്റ്റ് ആർ റാങ്കിങ്. അപ്പം അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ ക്ലിക്ക് ത്രൂ റേറ്റ്, നമ്മുടെ സെർച്ച് എഞ്ചിൻ റിസർച്ച് പേജസ് ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ ഹൈ വോളിയം ക്വയറീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഹൈ വോളിയം ക്വയറീസ് എന്ന് പറയുമ്പം സിമിലർ ആയിട്ടുള്ള ഇപ്പം ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ ഇപ്പോൾ കോംബോ ഓഫർ എന്നൊക്കെ പറയുമ്പോൾ ജനറലാണ്. അത് എല്ലാവരും ഓഫർ ചെയ്യുന്നതുകൊണ്ടും തന്നെയല്ല ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അത് വരണം എന്നുള്ളത് ഇസ് വെരി റെയർ. നെക്സ്റ്റ് CPC, ഇതേപോലെ കോസ്റ്റ് പെർ കസ്റ്റമർ നമ്മൾ പറയുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ ഇൻറ്റൻറ്റ് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കുക. പിന്നെ പെയ്ഡ് ആയിട്ടുള്ളതും കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. നോട്ട് ഓൺലി SEO അല്ലെങ്കിൽ ഓർഗാനിക് ട്രാഫിക് കൊണ്ട് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല, നമുക്ക് വെബ്സൈറ്റ് ട്രാഫിക് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ബേസിക്കലി ദ സ്റ്റേജസ് ഓർ വൈ ആക്ച്വലി വി ഹാവ് ടു ഡു ദി കീവേഡ് റിസർച്ച്.